പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പക്ഷി നിരീക്ഷണ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. പക്ഷി ഡോക്ടർ. അപ്പുണ്ണി എന്നിൻ്റെ അതിരാവിലെ എഴുന്നേൽക്കും. മുറ്റത്തിറങ്ങി കിളികളെ ഓരോന്നിനെ സൂക്ഷിച്ചു നോക്കും. ചുറ്റും നടന്ന് പേര് വിളിച്ച് മനസ്സിലാക്കും. ശബ്ദങ്ങൾ ആസ്വദിക്കും. ചെക്കന് ഭ്രാന്ത, ചേട്ടൻ പറയും. കോഴിയുടെ കൂവലും കാക്കയുടെ കരച്ചിലും മരങ്ങളുടെ ശബ്ദവും അവൻ ആസ്വദിച്ചു. മഴവെള്ളത്തിൽ മത്സ്യം പിടിക്കാനും മരത്തിൽ കയറി പക്ഷികളുടെ കൂട് നോക്കാനും അവന് വലിയ താല്പര്യമായിരുന്നു. ശാസ്ത്ര അധ്യാപിക ഒരു ദിവസം പറഞ്ഞു, നാളെ നമ്മൾ പക്ഷി നിരീക്ഷണ യാത്രയ്ക്ക് പോവുകയാണ്, എല്ലാവരും തയ്യാറായി വരണം. അപ്പുണ്ണിക്കായിരുന്നു ഏറ്റവും ആവേശം. അതിരാവിലെ തന്നെ അവൻ തയ്യാറായി. ഗ്രാമത്തിന് പുറത്തുള്ള പുഴയുടെ തീരത്തെ ചെറുവനത്തിലേക്കായിരുന്നു യാത്ര. പുഴയുടെ തീരത്ത് അവർ കണ്ട പക്ഷിയെ അപ്പുണ്ണി പോലും ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ വാലിൻ്റെ ആകൃതിയും എണ്ണക്കറുപ്പാർന്ന നിറവും കുട്ടികളിൽ ആവേശം പകർന്നു. മധുരശബ്ദം മുഴക്കുന്ന കൊക്കുകൾ, നീർക്കാക്കകൾ, ചെമ്പോത്തുകൾ തുടങ്ങി പലതരം പക്ഷികളെ അവർ കണ്ടു. പോകും വഴി ടീച്ചർ പറഞ്ഞു, കുട്ടികളെ, ഈ പക്ഷികൾ നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഇവ മരങ്ങളുടെ വിത്തുകൾ എല്ലായിടത്തും എത്തിക്കുകയും കീടങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ മരത്തിനടിയിൽ നിലത്ത് വീണ് കിടക്കുന്ന ചെറുപക്ഷിയെ കണ്ടു. അതിൻ്റെ ചിറകിന് പരിക്കേറ്റിരുന്നു. അപ്പുണ്ണി അതിനെ സാവധാനമെടുത്ത് അവിടെയുള്ള വനം വകുപ്പ് ഓഫീസിൽ കൊണ്ടുപോയി. കുട്ടികളുടെ നല്ല പ്രവൃത്തി കണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ പ്രവൃത്തി ഏറ്റവും ഉചിതമായി. ഈ പക്ഷി ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. നിങ്ങൾ കാണിച്ച ജാഗ്രത ഇവയെ രക്ഷിക്കാൻ നിമിത്തമാകുന്നു. അപ്പുണ്ണി, മോൻ കിളികളെ സ്നേഹിക്കുന്ന നല്ലൊരു കുട്ടിയല്ലേ? ഇടയ്ക്കൊക്കെ ഇവിടെ വന്നോളൂ, പക്ഷികളെ കണ്ടോളൂ. ഞാൻ പക്ഷി നിരീക്ഷണം തുടരും. പ്രകൃതിയെ സംരക്ഷിക്കുന്നതും പക്ഷികൾക്ക് സുരക്ഷിതമായ ലോകം നൽകുന്നതും എൻ്റെ കടമയാണ്, അപ്പുണ്ണി തീരുമാനിച്ചു. അന്നു മുതൽ അവൻ മിക്കവാറും ഞായറാഴ്ചകളിൽ തൻ്റെ നിരീക്ഷണ പുസ്തകം സഹിതം കാട്ടിലേക്ക് പോകും. ഫോണിൽ ചിത്രങ്ങളെടുക്കും. പക്ഷികളുടെ പേരും നിറവും ശബ്ദവും കുറിച്ചിടും. പുതുതായി വരുന്ന ദേശാടന പക്ഷികളെ കാണും. അവയെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കും. പക്ഷി മൃഗാദികളെക്കുറിച്ചുള്ള പഠനത്തിന് അവൻ കൂടുതൽ സമയം കണ്ടെത്തി. അവൻ്റെ കുറിപ്പുകൾ, ചിത്രങ്ങൾ എന്നിവ പാഠപുസ്തകം പോലെ മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നതായിരുന്നു. ജന്തുശാസ്ത്രത്തിൽ ഉപരിപഠനത്തിന് ചേർന്ന അപ്പുണ്ണി ക്രമേണ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. ഇന്ന് അവൻ ഡോക്ടർ അപ്പുണ്ണിയാണ്. പക്ഷികളെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന നന്മയുള്ള പക്ഷി ഡോക്ടർ.